ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം അൺപ്രിപ്പയർഡ്. ഞാൻ ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല എന്താ പറയണ്ടതെന്നുള്ളത്. നീ പറഞ്ഞിട്ടല്ല ഞാൻ പുകഴ്ത്തിക്കോളാം കേട്ടോ. അതുകൊണ്ട് എല്ലാം പറഞ്ഞില്ല. എത്ര പുകഴ്ത്തും? എത്ര പുകഴ്ത്തുന്നു? എത്ര നിന്നെ? എന്നെ തന്നെ പുകഴ്ത്തിക്കോളാം ലൈഫ് ലോങ്. I'm so excited to live together, to be his wife. എൻ്റെ ലവിലുള്ള ഫുൾ ഹോപ്പൊക്കെ ഇല്ലാണ്ടിരിക്കുമ്പോഴാണ് ഞാൻ അഭിഷേകിനെ മീറ്റ് ചെയ്യുന്നത്. ആൻഡ് ഒരിക്കലും വിചാരിച്ചില്ല ഈ ഒരു സ്റ്റേജിലേക്കൊക്കെ എത്തും. വി വർ ഫ്രണ്ട്സ് ഓർ വി വർ ടോക്കിംഗ് ആൻഡ് ഓൾ, ആൻഡ് ഒരു സഡൻ ഷിഫ്റ്റ് ആയിരുന്നു. പിന്നെ വി വർ ഓൾ ടുഗെദർ ഇൻ ടു ലവ്. ആ മൂമെന്റ് മീറ്റ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അത്ര അടിപൊളി ആളാ. ലൈക്ക് ഭയങ്കര സ്ട്രോങ് ആണ്, കാര്യങ്ങളൊക്കെ ഭയങ്കര പ്ലാൻഡോടെ ചെയ്യുന്നു. പിന്നെ അത് മാത്രമല്ല ഭയങ്കര ഒരു എൻ്റെ പൊട്ട ചളിക്കും എൻ്റെ കോമഡിക്കും എല്ലാം ചിരിക്കുന്നു. അതിനേക്കാളും ഒരു വലിയ വാലിഡേഷൻ എനിക്ക് കിട്ടുന്നില്ല. ഇതൊക്കെ തന്നെയാണ് ഞാൻ ഡിസൈഡ് ചെയ്തത്. കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നല്ല വിഷമമായിരുന്നു. ഞങ്ങൾ വിചാരിച്ചു അവളങ്ങനെ ഒരു മോശമായ ഒരു ഡിസിഷൻ എടുക്കുന്നയാളല്ല. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പം ഞങ്ങൾ അവളുടെ ഡിസിഷൻ്റെ കൂടെ ചേർന്നു. ആദ്യം പറഞ്ഞു ഞാനത് വലിയ സീരിയസ് ആക്കി എടുത്തില്ല. ഞാൻ വിചാരിച്ചു കുറച്ച് കഴിയുമ്പോൾ ഇത് വേറൊരു എന്താ പറയുക അവർക്ക് ഇതാവും, അപ്പം അത് പൊയ്ക്കോളും, അങ്ങനെയുള്ള രീതിയിലായിരുന്നു. പക്ഷേ അലീന അതുപോലെ തന്നെ ഞങ്ങളെ പോലെ തന്നെ പെട്ടെന്ന് ഭയങ്കര അറ്റാച്ച്ഡ് ആയി. എനിക്ക് സർപ്രൈസ് ഭയങ്കര എനിക്ക് ഭയങ്കര ഒരു ഫേവറേറ്റ് ആണ്. അലീനയ്ക്ക് വന്നെല്ലാം പ്ലാൻഡ് ആയിരുന്നു. പക്ഷേ അലീന ഈ പ്രാവശ്യം ഒന്നും കാണിച്ചില്ല എങ്ങനെ ഔട്ട്ലുക്ക്. അതുകൊണ്ട് എല്ലാവരും വരുമ്പോൾ ഞാനിങ്ങനെ എക്സൈറ്റോടെ വെയിറ്റ് ചെയ്യുമായിരുന്നു. കുറേ പേര് ഫ്രണ്ടിലോട്ട് വരുന്നുണ്ട്, അലീനപ്പോൾ വരും. കണ്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു സൗത്ത് ഇന്ത്യൻ ട്രഡീഷണൽ മാരേജ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് എല്ലാം ചെയ്തത്. അലീനയെ കാണാൻ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ലൈക്ക് എനിക്ക് വേണ്ടി ചെയ്തതിൻ്റെ ഒരു ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. എന്നെ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യും. നോട്ട് ഈവൻ മീ, ലൈക്ക് ഒട്ടും ഒരു മെയിൽ ഷോവനിസം ഇല്ലാത്ത ഒരാളാണ്. വെരി റെസ്പെക്ടിങ് പേഴ്സൺ. ആൻഡ് ഞങ്ങൾ മീറ്റ് ചെയ്തപ്പോഴാണെങ്കിൽ ഒരു നോ ക്യാപ് പേഴ്സൺ ആയിരുന്നു. ലൈക്ക് ഹി ഡസൻറ്റ് ഫേക്ക് എനിത്തിങ്. ഹിന്ദു ക്രിസ്ത്യൻ വെഡ്ഡിങ്ങിനകത്ത് ഞാൻ എക്സ്പെക്ട് ചെയ്ത കുറേ പ്രോബ്ലംസ് വരും. ബട്ട് അറ്റ് എൻഡ് ഓഫ് ദ ഡേ എല്ലാം ഭയങ്കര സ്മൂത്തായിട്ട് പോയി. എനിക്ക് ആക്ച്വലി വന്ന് കല്യാണം ഒരു രജിസ്റ്റർ ഓഫീസിൽ തീർക്കണമെന്നേ ഉള്ളായിരുന്നുള്ളൂ. പക്ഷേ ഇവർ ഭയങ്കര നിർബന്ധിച്ചാണ് ഇത് ചെയ്തത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇറ്റ്സ് വർത്ത്. ഞാൻ അല്ലായിരുന്നെങ്കിൽ ഒരു ബ്യൂട്ടിഫുൾ ഡേ മിസ് ചെയ്തതിന്. ഇന്നൊരു അടിപൊളി ഇതായിരുന്നു. എനിക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു. ಸುಂದರಿ ಬಾಕಯ್ಯ ಹಿಡಿದು ನನ್ನ ನಡೆಸು ನೀ, ಸುಂದರಿ ಬಾ ನನ್ನ ಬದುಕು ಬೆಳಕುಗೊಳಿಸು ನೀ. ನಿನ್ನೆಡೆ ನಾಡಿ ಓಡಿ ಬಂದೆ, ನೀ ನನ್ನ ರಾಮನೇ ನಾನೆಲ್ಲ ಸೀತೆ. ಸೀತಾ ಕಲ್ಯಾಣ ವೈಭೋಗವೇ, ರಾಮ ಕಲ್ಯಾಣ ವೈಭೋಗವೇ. ಸೀತಾ ಕಲ್ಯಾಣ ವೈಭೋಗವೇ, ರಾಮ ಕಲ್ಯಾಣ ವೈಭೋಗವೇ. ഓഫ് കോഴ്സ് രണ്ട് റിലീജിയനാണ്. എന്താവും ഫാമിലിയിൽ ഇങ്ങനൊരു വലിയ മാരേജ് ഒക്കെ നടക്കുന്ന പോലും ഞാൻ വിചാരിച്ചില്ല. ബട്ട് ബോത്ത് ആ ഫാമിലീസ് വെർ സോ സപ്പോർട്ടീവ്. അവർ ഭയങ്കര സന്തോഷത്തോടും സ്നേഹത്തോടും കൂടെയാണ് ഇന്ന് ഈ ഒരു ഫങ്ഷൻ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നത്. സോ വി ആർ റിയലി ബ്ലെസ്ഡ്. ഭയങ്കര ഭാഗ്യമൊക്കെ ഉള്ള ആളുകളാണ് ഞങ്ങളെന്ന് തോന്നുന്നു. ആൻഡ് ഐ എം സോ ലക്കി ടു ഗെറ്റ് ഹിം. Nobody else other than my brother respects me and
is proud of me. Nobody else, it's him. ഞാൻ എന്ത് ചെയ്താലും ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, he's so proud of me. He respects every word I say. Like, I'm so lucky to be, and he loves me so much. So I'm so lucky to have him. Yeah. Sita Kalyana